4 ദിവസം കൊണ്ട് ശ്രീലങ്ക മുഴുവൻ കാണിക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക്? യെസ്, ഐ ക്യാൻ. പറഞ്ഞത് വേറെ ആരുമല്ല, ChatGPT കണ്ടുപിടിച്ച് തന്ന എൻ്റെ നേറ്റീവ് ഗൈഡാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ടൂർ പാക്കേജ് നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ദുബായിൽ നിന്ന് എടുക്കുന്ന ഞാൻ ഇത്തവണ ChatGPTയുമായി ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി പുള്ളി എനിക്ക് ഒരു നേറ്റീവ് ഗൈഡിനെ തന്നിട്ടുണ്ടായിരുന്നു. 3-4 ഓപ്ഷൻസ് കിട്ടിയതിൽ നിന്നും സംസാരിച്ച് ജെനുവിനിറ്റിയും പ്രൈസും കമ്പയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഗൈഡിനെ തിരഞ്ഞെടുത്തത്. സോ എനിക്ക് 4 ദിവസം ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് അക്കോമഡേഷൻ ആൻഡ് പ്രൈവറ്റ് ടൂർ, ഇതിനെല്ലാം കൂടെ ചിലവായിട്ടുള്ളത് $360 ആണ്. അതിന് പുറമെ എനിക്ക് ലഞ്ചും ഡിന്നറും ഫ്ലൈറ്റ് ടിക്കറ്റ് എക്സ്പെൻസും വന്നിരുന്നു. ഫ്ലൈറ്റ് ഞാൻ കൊച്ചിയിൽ നിന്ന് കൊളംബോയിലേക്കും കൊളംബോയിൽ നിന്ന് ദുബായിലേക്കുമാണ് എടുത്തത്. മുഴുവൻ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടി ആയത് 31,000 ഇന്ത്യൻ റുപ്പീസാണ്. പിന്നെ ഫുഡ് കമ്പാരിറ്റീവ്ലി വളരെ ചീപ്പാണ് ശ്രീലങ്കയിൽ. എനിക്ക് മിർസയിലുള്ള ഒരു എക്സ്പെൻസീവ് കഫേയിൽ, ബീച്ച് കഫേയിൽ ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ് ഉൾപ്പെടെ ചിലവായത് വെറും 100 ദിറംസ് മാത്രമായിരുന്നു. ഇനി നിങ്ങൾക്കൊരു നോർമൽ ലഞ്ച് ഡിന്നറൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ദിറംസ് 15 ദിറംസ് ഒക്കെയാണ് അവിടെ ചിലവാകുന്നത്. സോ നിങ്ങൾ അവിടുത്തെ റുപ്പീസിൽ കണ്ട് ആദ്യം ഒരു നെഞ്ചുവേദന വരുമെങ്കിലും ദിറംസിലോ ഇന്ത്യൻ റുപ്പീസിലോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ സങ്കടം അങ്ങ് മാറിക്കിട്ടും. പക്ഷെ നിങ്ങൾ 2 പേരോ അതിലധികമോ ആയി വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചീപ്പായിട്ട് ട്രാവൽ ചെയ്യാവുന്നതാണ്. ഇതേ $360 നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് ഇവിടെ ട്രാവൽ ചെയ്യാം. ബിക്കോസ് അക്കോമഡേഷൻ ആണെങ്കിലും ടൂർ പാക്കേജിലുള്ള ബാക്കി എല്ലാ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കോമൺലി ഷെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരു സോളോ ട്രാവലർ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര എക്സ്പെൻസ് ഉണ്ടായിട്ടുള്ളത്. സോ നിങ്ങൾ ശ്രീലങ്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സിൻഹള നേറ്റീവ് ഗൈഡിനെ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ടൂർ ഗൈഡിൻ്റെ നമ്പർ നിങ്ങൾക്ക് പാസ് ചെയ്യാം.